തൃശൂർ മണ്ണുത്തിയിൽ അതിദാരുണമായ ഒരു സംഭവമാണ് അരങ്ങേറിയിരിക്കുന്നത്. അച്ഛനെ മകൻ വിറകുകൊള്ളികൊണ്ട് അടിച്ചു കൊല്ലുക, എന്നിട്ട് ചാക്കിൽ കെട്ടി പറമ്പിലെ പൊന്തക്കാടിനുള്ളിലെ കുഴിയിൽ ഉപേക്ഷിക്കുക. ആലോചിച്ച് നോക്കുക. പെറ്റുവളർത്തിയ അച്ഛനെ അടിച്ചു കൊല്ലാൻ മാത്രം പകയും വൈരാഗ്യവും ഒരു മകന് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പരം ക്രൂരമായ നിന്ദ്യമായ ഒന്നില്ല. നമുക്കറിയാം, തിരുവനന്തപുരത്തിനടുത്ത് ഇടയ്ക്ക് നടന്നൊരു സംഭവം. അച്ഛനെ മകനും മരുമകളും കൂടി തല്ലിച്ചതയ്ക്കുകയാണ്. വീട്ടിൽ കയറി എന്ന കുറ്റത്തിനാണ് ഇറങ്ങി വാടാ ഇറങ്ങി പോടാ എന്നൊക്കെ പറഞ്ഞ് ഓടിച്ചിട്ട് അടിക്കുന്ന ഒരു ദൃശ്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു. ഇവിടെ ദൃശ്യങ്ങളൊന്നുമില്ല. ഈ സംഭവം എന്താണ്? മണ്ണൂത്തിയിൽ സുന്ദരൻ നായർ എന്ന് പറയുന്ന 80 വയസ്സുള്ള വയോധികൻ, 80 വയസ്സുണ്ട് കൊല്ലപ്പെട്ട സുന്ദരൻ നായർക്ക്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മരിച്ചുപോയ മകളുടെ 2 കുട്ടികളുമാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. മരിച്ചുപോയ മകളുടെ 2 കുട്ടികളുടെ സംരക്ഷണമൊക്കെ നോക്കി ഈ അപ്പച്ചനും അമ്മമ്മയും അവരെ നോക്കി സാമാന്യം സമാധാനപരമായ ഒരു ജീവിതം നയിക്കുകയാണ്. ഈ അപ്പൻ്റെ കഴുത്തിലൊരു സ്വർണ്ണമാലയും കയ്യിലൊരു മോതിരവുമുണ്ട്. ഇതാണ് മകൻ സുമേഷിൻ്റെ നോട്ടം. മകൻ സുമേഷ് മുഴുക്കുടിയനാണ്. കുടിച്ചു വന്ന് അപ്പനെയും അമ്മയും തെറി വിളിക്കുക, ആ സ്വർണ്ണമാലയ്ക്കും പണത്തിനു വേണ്ടി ബഹളം വയ്ക്കുക ഇയാളുടെ ശീലമാണ്. അങ്ങനെ കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ച ഇയാൾ വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്തു? വീട്ടിൽ മറ്റാരുമില്ല. അപ്പച്ചൻ മാത്രമേ ഉള്ളൂ, ഈ സുന്ദരൻ നായർ മാത്രമേ ഉള്ളൂ. 80 വയസ്സുണ്ട്. സ്വർണത്തിന് വേണ്ടിയും പണത്തിന് വേണ്ടിയും ബഹളം വെച്ചു, ചീത്ത വിളിച്ചു. ഇത് കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ വിറക് കൊള്ളിക്കൊണ്ട് വീടിനുള്ളിൽ വെച്ച് തന്നെ ഈ അപ്പാപ്പനെ മകൻ സുമേഷ് മാരകമായി പ്രഹരിക്കുകയാണ്. തലക്കടിയേറ്റു, മുതുകത്ത്, വാരിയലിനൊക്കെ ക്രൂരമായ മർദ്ദനം. 80 വയസ്സുണ്ട്. എത്രമാത്രം ചെറുത്ത് നിൽക്കാൻ പറ്റും? ചെറുപ്പക്കാരനായ ഒരാളുടെ മർദ്ദനമെന്നൊക്കെ പറയുമ്പോൾ 80 വയസ്സായ വൃദ്ധന് എത്രമാത്രം ചെറുത്ത് നിൽക്കാൻ പറ്റും? ചെറുത്തുനിൽപ്പ് അശേഷമുണ്ടായില്ല. അദ്ദേഹം വീടിനുള്ളിൽ തന്നെ പിടഞ്ഞ് വീണ് മരിച്ചു. രക്തം വാർന്ന് ഒഴുകി. ഉടനെ ഇയാൾ എന്ത് ചെയ്തു? ഈ മകൻ ആ അപ്പാപ്പനെ ചാക്കിൽ കെട്ടി, വീടിനുള്ളിൽ തന്നെ വെച്ച് ചാക്കിൽ കെട്ടിയിട്ട് വീടിന് സമീപത്തുള്ള പൊന്തക്കാട്, വീടിൻ്റെ പറമ്പിൽ തന്നെയുള്ള പൊന്തക്കാടിനുള്ളിലെ കുഴിയിൽ കൊണ്ട് ഉപേക്ഷിച്ചു. എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് അതിന് കുഴിയിൽ ഉപേക്ഷിക്കുന്നതിന് മുമ്പേ, ചാക്കിൽ കയറ്റുന്നതിന് മുമ്പേ തന്നെ സ്വർണ്ണമാലയും മോതിരവും ഒക്കെ പിടിച്ച് പറിക്കുകയും ചെയ്തു. എന്നിട്ട് ഈ മദ്യലഹരിയിൽ ഇറങ്ങിപ്പോയി അപ്പാപ്പനെ കൊണ്ട് കുഴിയിൽ തള്ളുകയും ചെയ്തു. വൈകുന്നേരം മകളുടെ മക്കൾ പഠനമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴാണ് അപ്പാപ്പനെ കാണാനില്ല, അപ്പച്ചനെ കാണാനില്ല, ഈ സുന്ദരൻ നായരെ കാണാനില്ല. കൊച്ചുമക്കൾ അന്വേഷിച്ചു. വീടിൽ നോക്കുമ്പോൾ മുറിക്കുള്ളിൽ രക്തത്തിൻ്റെ പാട് കണ്ടു. ഉടനെ തന്നെ ആ കുട്ടികൾ അലറി കരയാൻ തുടങ്ങി. അയൽക്കാരെയൊക്കെ വിളിച്ചുകൂട്ടി. അയൽക്കാർ നോക്കുമ്പോഴും ഉച്ചയ്ക്ക് ബഹളം കേട്ടതായി അവർക്ക് ഓർമ്മയുണ്ട്. അവരുടനെ തന്നെ പോലീസിനെ അറിയിച്ചു. പോലീസും ആ നാട്ടുകാരും എല്ലാവരും കൂടി പറമ്പും വീടിൻ്റെ പരിസരവുമൊക്കെ അരിച്ചു പുറക്കുമ്പോഴാണ് അസ്വാഭാവികമായ നിലയിൽ ഒരു ചാക്കുകെട്ട് കുഴിയിൽ കാണുന്നത്. ചാക്കുകെട്ട് പുറത്തെടുത്ത് പരിശോധിച്ചപ്പോൾ അതിനകത്ത് ജീവനറ്റ ഒരു ശവശരീരം. അത് സുന്ദരൻ നായിരുന്ന 80 വയസ്സുകാരൻ്റെതാണ്. ശവശരീരം എങ്ങനെ വന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു. ആ ജീവനറ്റ ചേതനയേറ്റ ശവശരീരം കാണുമ്പോൾ ആ കൊച്ചുമക്കളൊക്കെ വാവിട്ട് നിലവിളിക്കുകയാണ്. നാട്ടുകാർ മൂക്കത്ത് വിരൽ വയ്ക്കുകയാണ്. എന്താണ് നടന്നത്? ഇതിനിടയിൽ സുമേഷ് ഒളിക്കാനൊക്കെയുള്ള ശ്രമം നടത്തി. പക്ഷേ ആ പരിസരത്ത് നിന്ന് തന്നെ പോലീസ് നാട്ടുകാരുടെ സഹായത്തോടെ സുമേഷിനെ പോക്കി അകത്താക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, കാലം ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരു അപ്പനെ മകൻ സ്വർണ്ണമാലയ്ക്ക് വേണ്ടി അടിച്ചു കൊന്നിരിക്കുന്നു. ഒരു സ്വർണ്ണമാലയ്ക്ക് വേണ്ടി മകൻ അപ്പനെ വിറകുകൊള്ളികൊണ്ട് അടിച്ച് കൊന്ന വാർത്തയാണ് മണ്ണൂത്തി കേരളത്തിന് സമ്മാനിച്ചിരിക്കുന്നത് ഈ കർക്കടക മാസത്തിൽ, രാമായണ മാസത്തിൽ. ഇത് വലിയ ഭീകരതയാണ്, ഭീതി പരത്തുന്ന ഒന്നാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കാമെന്നല്ലാതെ മറ്റൊന്നും ഈ വാർത്ത നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവച്ചിട്ട് ഞാൻ എന്തു പറയാനാണ്?